വൈൽഡ് ലവ്. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. രുദ്ര, ഈശോ അയച്ച മെസ്സേജിലേക്ക് നോക്കി ഒരു ചിരിയോടെ ഇരിക്കുമ്പോഴാണ് താഴെ നിന്ന് മോഹന്റെ വിളി. എന്തോ കടുപ്പത്തിലുള്ള മോഹന്റെ വിളിയിൽ രുദ്രനെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. കയ്യിലുള്ള ഫോൺ ബാക്കടിച്ച് ഫോൺ സ്ക്രീനിൽ തെളിഞ്ഞ അവൻ്റെ ഈശോയുടെ ചിരിക്കുന്ന മുഖത്ത് അവനെ നാമത്തെ ചുംബിച്ചുകൊണ്ട് അവൻ താഴേക്ക് നടന്നു. എന്തോ പൊട്ടിത്തകരുന്ന ശബ്ദവും മോഹന്റെ ദേശത്തോടെയുള്ള ശബ്ദവുമൊക്കെ അവൻ്റെ ചെവിയിൽ അന്നേരം പതിഞ്ഞു. പഠിക്കാൻ വിട്ടാ പഠിക്കണം, അല്ലാതെ ഇമാതിരി വേണ്ടാതിനെ കാണിക്കരുത്. സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ തന്നെ കേട്ടത് മോഹന്റെ ശബ്ദമാണ്. രുദ്രൻ ചുറ്റുമൊന്ന് നോക്കി. എല്ലാവരും ഉണ്ട്. കോളേജിൽ പോയ റോണിയും കണ്ണനും ഹോസ്പിറ്റലിൽ പോയ റോണയും ഉണ്ട്. ദേവി ഒന്നും മനസ്സിലാവാതെ മോഹനെ നോക്കി നിൽക്കുവാണ്. നീ ഈ കാണിച്ച ചേട്ടത്രം ഇവിടെ വേറെ ആരും കാണിച്ചിട്ടില്ല. നിന്റെ മീതെ എനിക്ക് വേറെ 2 മക്കളുണ്ട്. ഈ കാലത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം അവരാരും ചെയ്തിട്ടില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് നേരാ. പക്ഷേ ഇതിപ്പോ... മോഹൻ അതും പറഞ്ഞുകൊണ്ട് സെറ്റിയിലിരുന്നു. രുദ്രൻ റോണിയെ നോക്കി തലയും താത്തി കൈയും കെട്ടി നിൽക്കുവാണ്. അവനെയാണ് പറയുന്നതെന്ന് അവന്റെ നൃത്തത്തിൽ മോഹന്റെ വാക്കിലുണ്ടായിരുന്നു. എനിക്ക് എന്റെ രുദ്രനെ പോലെയായിരുന്നു നീ. നിന്നീന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. രുദ്രന്റെ പോലെയല്ല അവനായിരുന്നു നീ കുറച്ചു മുമ്പേ വരെ. പക്ഷേ ആ തോന്നൽ നീ തെറ്റിച്ചു. അവനെ പോലെ അല്ല നീ. മാഹിയേട്ടാ, കാര്യം എന്താന്ന് പറ. എന്താ അവൻ ചെയ്ത തെറ്റ്? കോളേജിൽ പോയ ഒരു ഹോസ്പിറ്റലിൽ പോയ ഇവനൊക്കെ എങ്ങനെ മാഹിയേട്ടന്റെ കൂടെ എത്തി? മോഹൻ ചാടിക്കടിക്കുമ്പോൾ കാരണം അറിയാതെ ദേവി മോഹന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അപ്പോഴും രുദ്രന്റെ കണ്ണുകൾ തലയും താഴ്ത്തി നിൽക്കുന്ന റോണയിലായിരുന്നു. അതിൽ നിന്ന് തന്നെ അവൻ തെറ്റ് ചെയ്തിട്ടുള്ള നൃത്തമാണെന്ന് രുദ്രന് മനസ്സിലായി. അവനൊന്ന് നോക്കിക്കൊണ്ട് രുദ്രൻ മോഹൻക്ക് എതിർവശം വന്നിരുന്നു. കുറെ നേരായി വണ്ടി കയറിയപ്പോ തുടങ്ങിയതാ നീ അവനായിരുന്നു അവനല്ലായതെന്ന് പറഞ്ഞിട്ട്. അവൻ ആരെങ്കിലും ആവട്ടെ, അച്ഛൻ അവൻ ചെയ്ത കാര്യം ഒന്ന് പറയൂ. മനുഷ്യൻ ടെൻഷൻ അടിച്ചപ്പോ മരിച്ചു പോകും. ദേവിക്കൊപ്പം കണ്ണനും മോഹന്റെ അടുത്തേക്കും വന്നിരുന്നു പറഞ്ഞു. ദേവി കണ്ണനെ ഒന്ന് നോക്കി. ചേക്കൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. പക്ഷെ കേട്ടവർക്കൊക്കെ അതൊരു കോമഡിയായി തോന്നി. നിന്നെ കോളേജിൽ നിന്ന് എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ദേവി കണ്ണന്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ 2 കൈയും വിടർത്തിക്കൊണ്ട് അവൻ വാപ്പൊളിച്ചു എന്ന ഭാവത്തിൽ. മാഹിയേട്ടാ, എന്താണെന്ന് നിനക്ക് അറിയണം. എന്നാ നീ കേട്ടോ. നിന്റെ ഈ നിൽക്കുന്ന മകനില്ലേ, അവൻ കോളേജിലേക്കാന്നും പറഞ്ഞ് രാവിലെ ഇവിടുന്ന് ഇറങ്ങുന്നത് കോളേജിലേക്കല്ല, കണ്ണി കണ്ട പെൺകുട്ടികളുടെ കൂടെ കറങ്ങി നടക്കാനാ. ദേവി മോഹനൊക്കെ അടുപ്പിച്ച് വിളിക്കുമ്പോൾ മോഹൻ പൊട്ടിത്തെറിച്ചു. ആർക്കും കേട്ടത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. രുദ്രൻ മാത്രം അത് പ്രതീക്ഷിച്ച പോലെ റോണിയെ തന്നെ നോക്കിയിരിക്കുവാണ്. അച്ഛാ! അതുവരെ തലയും താത്തി കൈയും കെട്ടി നിന്നിരുന്നവന്റെ ശബ്ദം ആ ഹാളിൽ ഉയർന്നു. രുദ്രനൊരു ചിരിയോടെ അവനിൽ നിന്ന് നോട്ടം മാറ്റി കയ്യിലെ ഫോണിൽ അവന് മാലാഖയുടെ ചാറ്റെടുത്തു. ഇഷ, മിസ് യു ഉമ്മ. ഒരു ചിരിയോടെ അവൾക്ക് മെസ്സേജ് അയച്ചു. എല്ലാവരും അവൾക്ക് ചുറ്റും ആ വീട്ടിലുണ്ട്. പക്ഷെ അവൻ്റെ ഇഷ്യൂ മാത്രം അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ എന്തോ മുന്നിൽ നടക്കുന്നൊന്നും അവൾക്ക് ശ്രദ്ധിക്കാൻ തോന്നുന്നില്ല. അവിടെ നിന്ന് എണീറ്റ് അവൻ്റെ റൂമിലേക്ക് പോകാൻ, അവളുടെ തലയിണയിൽ കെട്ടിപ്പിടിച്ച് കിടക്കാൻ, അതൊക്കെയാണ് അന്നേരം അവനക്ക് തോന്നിയത്. കയ്യിലുള്ള ഫോണിലേക്ക് നോക്കി. 2 ടിക്ക് വീണിട്ടുണ്ട്. റീഡ് ആയിട്ടില്ല. അവൻ ഫോൺ ഓഫാക്കി ഒരു ചിരിയോടെ മുന്നോട്ട് നോക്കി. അവനെ തന്നെ തുറച്ചു നോക്കിയിരിക്കുവാണ് ദേവി. മോഹന്റെ മുഖത്ത് ദേഷ്യമാണ്. കണ്ണൻ റോണയും വായും തുറന്ന് നോക്കിയിരിക്കുവാണ്. റോണി പിന്നെ കലിപ്പിലാണ്. രുദ്രന്റെ ചിരിയോടെയുള്ള ചാറ്റിൽ കണ്ടാലറിയാം അവൻ ആർക്കാണ് മെസ്സേജ് അയക്കുന്നതെന്ന്. ഇത്ര പ്രശ്നം ഇവിടെ നടക്കുമ്പോൾ അതിനൊരു വിലയുമില്ലാതെ അവന്റെ ചിരി കണ്ടപ്പോൾ മോഹൻക്ക് ശരിക്കും ദേഷ്യം വന്നു. നിന്റെ ഭാര്യക്ക് അവിടെ ജോലിയൊന്നുമില്ലേ? നിന്റെ കളിക്ക് നിൽക്കാനാണോ അവൾ അവിടേക്ക് ജോലിക്ക് പോണത്? ആദ്യത്തെ ഞാനൊന്ന് കാണട്ടെ. അവന്റെ പിയക്ക് ഇതാണ് അവിടെ ജോലിയെന്ന് ചോദിക്കട്ടെ. രുദ്രനെ നോക്കി ദേഷ്യത്തിൽ മോഹൻ പറയുമ്പോൾ പറഞ്ഞത് രുദ്രന് പറ്റിയില്ലെന്ന് അവന്റെ മുറുകിയ മുഖഭാവത്തിൽ തന്നെ മനസ്സിലായി. എന്തോ അവന്റെ ഇശയെ ആദം ഭരിക്കുന്നത് പോലൊരു തോന്നൽ വാക്കിൽ അവനക്ക് തോന്നി. അവളെക്കുറിച്ച് അവനോട് പറയുന്നത് എന്തിനാ? അവൾ എൻ്റെ അല്ലേ എന്നൊരു തോന്നൽ. അത്രയും നേരം ചിരിച്ചുകൊണ്ടിരുന്ന മുഖം നിമിഷ നേരം കൊണ്ട് ചുവന്നു തുടുത്തു. അച്ഛൻ്റെ പ്രശ്നം എന്താ? കുറെ നേരമായില്ലേ എങ്ങും തൊടാതെ എന്തൊക്കെയോ വായിൽ തോന്നിയത് വിളിച്ചു പറയാൻ തുടങ്ങിയിട്ട്? ആദ്യം കാര്യം പറ, എന്നിട്ട് മതിയല്ലോ ബാക്കിയുള്ളവർ ഇടപെടാൻ. ഇതിപ്പോ ഒന്നും മനസ്സിലാവാതെ. മോഹന്റെ വാക്കുകളിൽ അവനക്ക് വല്ലാത്ത ദേഷ്യം വന്നുവെന്ന് അവന്റെ ചീരൽ കേട്ടാൽ മനസ്സിലായി. പറയാൻ വന്നത് മുഴുവിക്കാതെ പല്ല് കടിച്ചുകൊണ്ട് അവൻ നിർത്തി. ഇനിയും ഞാൻ എങ്ങനെ പറയാനാണ്? ഞാൻ പുതിയ ബിസിനസ് തുടങ്ങി വെക്കുന്നത് നിങ്ങളുടെ 4 പേരുടെയും പേരില്ല. അതിനെന്ത് തന്നെ നിങ്ങളുടെ സൈന് വേണമെന്ന് പറഞ്ഞപ്പോൾ അവരോട് 3 പേരോട് മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് വരാൻ പറയാൻ വിളിച്ചു. റോണക്ക് മാത്രമേ കിട്ടിയുള്ളൂ. മറ്റേ 2 വിളിച്ചപ്പോൾ കിട്ടിയില്ല. അവരെ കൈയോടെ കൂട്ടിക്കൊണ്ടുവരാൻ പോയപ്പോൾ കണ്ണനെ മാത്രമേ കിട്ടിയുള്ളൂ. ഇവൻ
അത്രയും പറഞ്ഞുകൊണ്ട് മോഹൻ റോണിയെ ഒന്ന് തറപ്പിച്ച് നോക്കി. അവൻ തിരിച്ചു. രുദ്രന്റെ മുഖത്ത് വലിയ ഭാവമാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവൻ കോളേജിലില്ല, അന്വേഷിച്ചപ്പോൾ ആർക്കും അറിയില്ല. അവസാനം കോളേജിൽ നിന്ന് കണ്ണനെ എടുത്ത് റോണിയെ വിളിച്ചു വരാൻ പറഞ്ഞ് ഞങ്ങൾ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോഴല്ലേ ഇവൻ ഏതോ ഒരു പെൺകുട്ടിയുമായി ബൈക്കിൽ ചുറ്റിക്കറങ്ങുന്നത്. ചോദിച്ചപ്പോൾ അവൻ്റെ കാമുകിയാണെന്ന്. മോഹൻ പറയുമ്പോൾ ദേവി വിശ്വസിക്കാനാവാത്ത റോണിയെ നോക്കി. കണ്ണന് കണ്ണും തള്ളി എല്ലാവരെയും മാറി മാറി നോക്കി. കാമുകിയോ? നിനക്കോ? കണ്ണൻ റോണിയെ നോക്കി ഒരു അത്ഭുതത്തോടെ ചോദിക്കുമ്പോൾ റോണി ഒന്ന് പല്ലി കടിച്ചു. മറുപടി പറയാൻ നാവ് തരിക്കുന്നുണ്ട്. പക്ഷെ പറഞ്ഞാൽ എല്ലാവരും അവനോട് എഴുതി നിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും അവനക്കെതിരെ തിരിയും. എന്തിനാ വെറുതെ ഒരു സീന്? എന്നാലും റോണി ഈ ചെയ്തത് ശരിയായില്ല. കോളേജിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് എന്തോ എങ്ങനെ? നിനക്ക് ഇവിടെ വോയിസ് ഇല്ല. കുടുംബത്തിലൊരു ബന്ധു മരിച്ചപ്പോൾ അതിന് വരാതെ കാമുകയെ കാണാൻ പോയ കാമുകനാ നീ. അതുകൊണ്ട് നീ ചുപ്പുരഹോ. റോണിക്കെതിരെ റോണ പറയുമ്പോൾ കണ്ണൻ അതിനെ തീർത്തും തള്ളിക്കളഞ്ഞു. ഇനി മിണ്ടാൻ പറ്റാതെ അവൻ്റെ വാ അടച്ചു കളഞ്ഞു. റോണ കണ്ണനെ ഒന്ന് നോക്കി. കണ്ണൻ അവൻ്റെ നോട്ടത്തെ പൂച്ചിച്ച് തള്ളി. അച്ഛൻ പറഞ്ഞ സത്യാണോ? രുദ്രന്റെ നോട്ടവും ചോദ്യവും റോണിയോടായിരുന്നു. റോണി ആദ്യം തലയാട്ടി. സത്യാണ്, പക്ഷേ അച്ഛൻ പറഞ്ഞ പോലെ കറങ്ങി നടക്കൊന്നും ആയിരുന്നില്ല. അവളെ ഞാൻ എൻ്റെ ബൈക്കിൽ കയറ്റുന്നതിന് ആദ്യമായിട്ടാ. അവൾക്ക് വയ്യെന്ന് കേട്ടപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോയതാ. അത് ഇങ്ങനെയായി. ഓ പിന്നെ വയ്യെന്ന് കേട്ടാ കൊണ്ടുപോകാൻ നീ അവളുടെ ഭർത്താവാണല്ലോ. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. മോഹൻ കടുപ്പിച്ച് പറഞ്ഞു നിർത്തുമ്പോൾ റോണിയുടെ നോട്ടം രുദ്രനിലായിരുന്നു. ആരാണ് പെൺകുട്ടി? അവനെ തന്നെ ദയനീയമായി നോക്കി നിൽക്കുന്ന റോണിയെ നോക്കി രുദ്രൻ ചോദിക്കുമ്പോൾ റോണി എല്ലാവരെയും ഒന്ന് നോക്കി. അതറിയാൻ അവൻ്റെ മുഖത്ത് നോക്കിയിരിക്കുവാണ്. ദേവി ഒന്നും മിണ്ടിയില്ല. അല്ലെങ്കിലും എന്ത് പറയാൻ, രുദ്രന്റെ കാര്യങ്ങളിൽ മാത്രമേ അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ, എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ തീരുമാനിച്ചതും ചെയ്തതുമൊക്കെ അവരുടെ ഏട്ടനാണ്. അതുകൊണ്ട് ഇതും രുദ്രന്റെ തീരുമാനത്തിൽ തന്നെ അവിടെ നിന്നായിരുന്നു. ഈശാനി ജോൺ. റോണി പറഞ്ഞതും എല്ലാവരും ആ പേര് എവിടെയോ കേട്ട പോലെ ചിന്തിച്ചു കൊണ്ടിരുന്നു. ഈശാനി ജോൺ, ഈ പേരെവിടെയോ. ഓ മൈ ഗോഡ്, ഈശാനി ജോൺ, ഇഷ്ബ ജോൺ. കണ്ണുറക്കെ പറഞ്ഞു നിർത്തുമ്പോൾ രുദ്രന്റെ ചുണ്ടിലൊരു ചിരി വിടുന്നു. ആരും കാണാതിരിക്കാൻ അവൻ തല താഴ്ത്തി. പക്ഷെ മറ്റുള്ളവരുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. പറ, ഈശ്വ എന്നെ കണ്ടിട്ടുണ്ടോ? അവനെ തന്നെ നോക്കിയിരിക്കുന്ന ഈശുവിനെ നോക്കി ആദം വീണ്ടും ചോദിച്ചു. അവളൊന്ന് തലകുലുക്കി. ആദത്തിന്റെ കണ്ണുകൾ പിടർന്നു. എവിടെയാണെന്ന് അറിയില്ല, പക്ഷേ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ എവിടെയോ കണ്ട പോലെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഓർമ്മ കിട്ടുന്നില്ല. നിഷ്കളങ്കമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറയുന്ന പെൺകുട്ടിയോട് അവനക്ക് അന്നേരം വല്ലാത്ത സ്നേഹം തോന്നി. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അവൻ്റെ മുഖം അവളുടെ ഓർമ്മകളിൽ ഇല്ലെങ്കിലും അവൻ്റെ ഒരു രൂപം അവളുടെ മനസ്സിലുണ്ടെന്നുള്ളത് തന്നെ അവനക്ക് വല്ലാത്ത സന്തോഷമുള്ള കാര്യമായിരുന്നു. ഈശ്വയെ ഇപ്പോൾ അടുത്ത ആരെങ്കിലും ആക്സിഡൻ്റായിട്ട് രക്ഷിച്ചിരുന്നു? ആദം അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും ഈശു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഉണ്ട്. ആ ആളാണോ മുന്നിലെന്നൊരു സംശയം അവൻ്റെ ആ ചോദ്യത്തിലൂടെ അവളുടെ ഉള്ളിൽ വന്നു നിറഞ്ഞു. ഓർമ്മയുണ്ടോ ആ ദിവസം? ആദം ചോദിക്കുമ്പോൾ അവളൊന്ന് ചിരിച്ചു. വേദനയായിരുന്നു ആ ദിവസം ആലോചിക്കുമ്പോൾ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ച ദിവസം, ആ ആക്സിഡൻറ്റ്. പക്ഷേ ഇന്നത് ആലോചിക്കുമ്പോൾ സങ്കടമില്ല. അവളൊന്ന് തലകുലുക്കി. ആ ആൾ ഓർമ്മയുണ്ടോ? ആർദ്രമായി ആദ്യം അവളുടെ കണ്ണിൽ നോക്കി ചോദിക്കുമ്പോൾ പിടച്ചിലൂടെ അവളിൽ നിന്ന് നോട്ടം മാറ്റിയത്. എന്തോ അവൻ്റെ നോട്ടം, അത് കാണുമ്പോൾ തന്നെ അവനിൽ നിന്ന് മുഖം തിരിക്കാൻ തോന്നുന്നു. മോശമുള്ള നോട്ടമല്ല, പക്ഷേ അവളുടെ ഇച്ചയുടെ കണ്ണിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു ഭാവമാണ് ഇടയ്ക്കൊക്കെ അവൻ്റെ കണ്ണുകളിൽ തെളിയുന്നത്. അതാണ് അവൾക്ക് സഹിക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് തന്നെയാണ് അവനിൽ നിന്ന് നോട്ടം മാറ്റുന്നത്. പറയടോ, ആ ആളെ താൻ ഓർക്കുന്നുണ്ടോ? ഓർക്കാൻ ഞാൻ ആ മുഖം കണ്ടിട്ടില്ല. മുഖം നിറയെ രക്തമായിരുന്നു. മുഖം മാത്രമല്ല, ശരീരം മൊത്തം രക്തമായിരുന്നു. ആദം ചോദിക്കുമ്പോൾ അവനെ നോക്കാതെ അവൾ മറുപടി നൽകി. ആ ഓർമ്മകളിൽ അവളുടെ ശരീരം വിറച്ചു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു രൂപം അവളുടെ മടിയിൽ കിടക്കുന്ന ചിത്രം മനസ്സിൽ തെളിഞ്ഞു. കണ്ണുകൾ മുറുകെ അടിച്ചു. ആ ജീവൻ ഞാനാണ്. അന്നീശ്വയുടെ മടിയിൽ കിടന്ന് പെടുന്ന ജീവൻ ഞാനാണ്. ആദം പറയുമ്പോൾ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവനെ നോക്കി. അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും അവളെ തേടിയെത്തി. ഞാനാണ് രക്ഷിച്ചതെന്ന് അറിയാം. തന്നെ ആദ്യം മോഹനങ്ങളുടെ കൂടെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അതാ കണ്ണു വെട്ടാതെ നോക്കി നിന്നത് താൻ തന്നെയില്ലെന്ന് ഉറപ്പിച്ചു താൻ. ഈശുവിനെ പറയാൻ സമ്മതിക്കാതെ അവൻ തന്നെ അതിന് മറുപടി കൊടുത്തു. അന്ന് അവളെ തന്നെ നോക്കി നിന്ന് അവൻ്റെ മുഖം അവൾ ഓർത്തു. പിന്നെ ഒന്ന് ചിരിച്ചു. കുറച്ചു നേരം അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്ന ശേഷം അവൾ അവനക്ക് മുമ്പിൽ കൈകൾ കൂപ്പി. അതെന്തിനാന്ന് മനസ്സിലാവാതെ ആദ്യം നെറ്റി ചുളിച്ചു.
ഇന്ന് ഞാൻ ഇങ്ങനെയൊക്കെ സാറിൻ്റെ മുന്നിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം സാറ് മാത്രം. അതിനെങ്ങനെയാ ഞാൻ നന്ദി പറയാ? അവളുടെ വാക്കിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും മാധം മറുപടിയായെന്ന് ചിരിച്ചു. ശേഷം അവൾ കൂപ്പിയെ കൈ പിടിച്ച് താഴ്ത്തി. എൻ്റെ ജീവനോളം വലുതാവില്ലൊന്നും. അവളുടെ കൈ താഴ്ത്തുമ്പോൾ അവനൊരു ചിരിയോടെ പറഞ്ഞു, ഇത് അതുപോലെ തന്നെയാ. എൻ്റെ ജീവനും ജീവിതവും എനിക്ക് തന്നത് നിങ്ങളാണ്. അവനോട് പറഞ്ഞില്ല, പക്ഷെ മനസ്സിൽ മന്ത്രിച്ചു 1000 തവണ ആത്മാർത്ഥമായി തന്നെ. ആദത്തിന്റെ കൈകൾ അപ്പോഴും യേശുവിൻ്റെ കൈകൾക്ക് മുകളിലായിരുന്നു. യേശു നന്ദിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുമായിരുന്നു. ഞാൻ കാരണം രക്ഷപ്പെട്ട ജീവൻ, ഒന്നും നോക്കാതെ കഴുത്തിലുള്ള മാല വിറ്റുകൊണ്ട് ഞാൻ രക്ഷിച്ച ജീവൻ. അവളുടെ മനസ്സ് അന്നേരം മന്ത്രിച്ചത് അത് മാത്രമായിരുന്നു. എന്നാൽ ആദം അവൻ്റെ ഉള്ളിലുള്ള കാര്യം അവളോട് എങ്ങനെ പറഞ്ഞു തുടങ്ങുമെന്ന് അറിയാതെ ഇരിക്കുമായിരുന്നു. പറ ആദം, നിന്റെ മനസ്സിൽ അവൾക്കുള്ള സ്ഥാനം ഈ നിമിഷം തന്നെ നീയായി അവളോട് പറയണം. ഇതിലും നല്ല അവസരം ഇനി നിനക്ക് കിട്ടിയെന്ന് വരില്ല. അവൻ്റെ മനസ്സ് അവനോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഈശ്വ, എനിക്കൊരു... ആദം അവളുടെ കയ്യിലുള്ള പിടിയൊന്ന് മുറുകിക്കൊണ്ട് പറഞ്ഞു തുടങ്ങിയതും ഡോറ് തുറന്നാരോ അകത്തേക്ക് കയറി. പെർമിഷൻ ചോദിക്കാതെ അകത്തേക്ക് കയറിയ ദേഷ്യവും അവൻ്റെ ഉള്ളിലുള്ള കാര്യം പറയാൻ പറ്റാത്ത ദേഷ്യമൊക്കെ തീർക്കാൻ വേണ്ടി അങ്ങോട്ട് നോക്കിയതും അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി നിൽക്കുവാണ് ഫിലിപ്പ്. ഈശോ അദ്ദേഹത്തെ കണ്ടതും ഒരു ചിരിയോടെ ആദത്തിന്റെ കയ്യിൽ നിന്നും അവളുടെ കൈകൾ എടുത്തുകൊണ്ട് എണീറ്റ് നിന്നു. അദ്ദേഹം അപ്പോഴും ആദത്തെയും യേശുവിനെയും മാറി മാറി നോക്കുമായിരുന്നു. കയറി വരുമ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ആദം അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുവാണ്. ഗുഡ് ആഫ്റ്റർനൂൺ സർ, യേശു പറയുമ്പോൾ അദ്ദേഹം അവർക്ക് അടുത്തേക്ക് വന്ന് ചിരിയോടെ അവളുടെ കവിളിൽ തലോടി. ഗുഡ് ആഫ്റ്റർനൂൺ. ജോലിയൊക്കെ കഴിഞ്ഞു, മീറ്റിംഗുള്ള കാര്യം മറന്നുപോയ രണ്ടുപേരും. ആദ്യം യേശുവിനോടും പിന്നെ ആദത്തെയും നോക്കിയാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത്. ആ വാക്കുകളിലെ കളിയാക്കൽ യേശുവിന് മനസ്സിലായില്ല, പക്ഷെ ആദത്തിന് മനസ്സിലായി. അവനൊന്നും മിണ്ടാതെ ഒരു ചിരിയോടെ ഫയലിലേക്ക് തന്നെ നോട്ടം മാറ്റി. കംപ്ലീറ്റ് ആയില്ല സാർ, ഇനിയും കുറച്ചുകൂടി ഉണ്ട്. എന്താ വൈകണ്ട, മോൾ അത് നോക്കിക്കോ. 3 അധികം സമയമില്ല, 1 മണിക്കൂർ മുമ്പെങ്കിലും ഇറങ്ങണം. സമയത്തിന്റെ കാര്യത്തിൽ മോഹന്റെ മകൻ വളരെ ഷാർപ്പാണ്, അതുകൊണ്ട് നമ്മൾ വൈകരുത്. അദ്ദേഹം പറയുമ്പോൾ ഒരു ചിരിയോടെ കേട്ടു നിന്നു. മോഹന്റെ മകനെന്ന് പറഞ്ഞത് അവളുടെ ഇച്ചയാണെന്ന് അറിയാവുന്നത് കൊണ്ടാവും ആ ചിരിക്ക് മാറ്റി കൂടിയത്. അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് അവൾ ചെയറിലിരുന്നു കൊണ്ട് ബാക്കി ജോലി തുടർന്നു. ആദം അവളെയും നോക്കിക്കൊണ്ട് ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ഫിലിപ്പിന്റെ അടുത്തേക്ക് നടന്നു. നിന്റെ ഫോൺ എവിടെ? അവരിൽ നിന്നും കുറച്ച് അകലത്തിരുന്ന് വർക്ക് ചെയ്യുന്ന യേശുവിനെ നോക്കി നിൽക്കുന്ന ആദം അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റി മുന്നിൽ വലിയ ഗ്ലാസ്സിലെ പുറത്തേക്ക് നോക്കി. ആദം, നിന്നെ വിളിച്ചിട്ട് നീ എടുക്കാത്തത് കൊണ്ടാ ഞാൻ വീണ്ടും ഇങ്ങോട്ട് വന്നത്. നിന്റെ ഫോൺ എവിടെ? എത്ര തവണ നിന്നെ ഞാൻ വിളിച്ചെന്ന് അറിയോ? ഫോൺ സൈലന്റിലായിരുന്നു, നോക്കാനുള്ള സമയം കിട്ടിയില്ല. പുറത്തേക്ക് നോക്കിയാണ് അവൻ മറുപടി പറഞ്ഞത്. ഫിലിപ്പ് അവനെ നോക്കി ആഞ്ഞ് ശ്വാസം വലിച്ചു വിട്ടു. എന്താ ഉദ്ദേശം? അത് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നോട്ടം യേശുവിലായിരുന്നു. ആദ്യം രണ്ടുപേരെയും നോക്കിക്കൊണ്ട് വീണ്ടും പുറത്തേക്ക് നോക്കി. ഒരു മിന്നു കെട്ടി കൂടെ കൂട്ടിയാലെന്നാണ്. ഫിലിപ്പിനെ നോക്കാത്ത ഒരു ചിരിയോടെ അവൻ പറയുമ്പോൾ ഫിലിപ്പ് ഒന്ന് ചിരിച്ചുകൊണ്ട് അവന്റെ ഷോൾഡറിൽ തട്ടി. മോഹന്റെ മകളാണെന്നല്ലേ പറഞ്ഞത്, നമുക്ക് ചോദിക്കാം. അവൾക്ക് പറയാനുള്ളതൊക്കെ കേട്ട ശേഷം നമുക്ക് ആലോചിക്കാം. ഫിലിപ്പ് പറയുമ്പോൾ ആദ്യം അദ്ദേഹത്തെ ഒന്ന് കെട്ടിപ്പിടിച്ചു. അദ്ദേഹം ഒരു ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ചു. പിന്നീടുള്ള അവരുടെ സംസാരം മീറ്റിങ്ങിനെ കുറിച്ചുള്ളതായിരുന്നു. ആ സമയം കൊണ്ട് യേശു ബാക്കി വർക്ക് ചെയ്ത് തീർത്തു. എന്നാ ഇനി യേശുവ കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക, ഞാൻ വലതും കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. ആദം പറയുമ്പോൾ അവൾ തലയാട്ടി. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ആദവും ഫിലിപ്പും പുറത്തേക്ക് നടന്നു. ആ പാപ്പ, പിന്നെ വേറൊരു കാര്യം. മുന്നോട്ട് നടന്നതും ആദം പെട്ടെന്ന് നിന്ന് അതും പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് തന്നെ തിരിഞ്ഞു നടന്നു. എൻ്റെ സംശയം ശരിയാണ്, ഈ യേശുവ തന്നെയാണ് അന്ന് എൻ്റെ ജീവൻ രക്ഷിച്ചത്. നിങ്ങളുടെ മകൻ ഇങ്ങനെയെന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ കാരണം ഇവളാണ്. ആദം ഒരു ചിരിയോടെ യേശുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിടർന്ന കണ്ണുകൾ നിറഞ്ഞു. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ ഫിലിപ്പ് അവരുടെ അടുത്തേക്ക് നടന്നു. ആദം അവളെ ചേർത്ത് പിടിച്ചപ്പോൾ അവൻ്റെ ഹൃദയം കൂടുതൽ ശക്തിയിൽ മിടിച്ചു. മരിക്കുവോളം ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ തനിക്ക് കഴിയണമെന്ന് അവൻ മൗനമായി കർത്താവിനോട് പ്രാർത്ഥിച്ചു. എന്നാൽ ആ കർത്താവ് തന്നെ അവനിലൂടെ അവൾക്കൊരു അവകാശിയെ കൊടുത്തത് അന്നേരം അവൻ അറിഞ്ഞില്ല.